സുബൈദയുടെ ആരാണ്? മോന. സ്കാൻ റിപ്പോർട്ടിൽ ഹെഡ് ഇഞ്ചുറി ഉണ്ട്. അതുകൊണ്ട് 24 hours ഒബ്സർവേഷൻ വേണ്ടി വരും. ഉമ്മയെ ഇവിടെ കൊണ്ടുവരുമ്പോഴേ ഒരുപാട് ബ്ലഡ് പോയിരുന്നു. ബ്ലഡ് കോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സർജറി വേണ്ടി വരും. ഡോക്ടർ, ഈ സർജറിക്ക് ഒരുപാട് കാശാവും? അത് പിയാറോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. ചേട്ടാ ചേട്ടാ ഇത് ചേട്ടങ്ങറക്കിലേക്കാ കരിപ്പൂർക്ക് ടിക്കറ്റ് എടുത്ത് പ്ലെയിനിൽ കയറിയിട്ടേ കൊച്ചിയിൽ ഇറക്കിയത്. കാലാവസ്ഥ വ്യതിയാനം അതുകൊണ്ട് ചോദിച്ചതാ. അതെ അതെ, ഗൾഫിൽ നിന്നാ. നല്ല വില ഈ ഒന്ന് പോയടാ, അല്ലെങ്കിൽ തന്നെ കസ്റ്റംസുകാർ പെട്ടിയോളം കുത്തിപ്പൊളിച്ചാ തന്നത്. അതിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു റിയാലി. ആഹാ, എന്നെ പറ്റിക്കാന്ന് കരുതണ്ട, ഞാൻ ഓർക്കൂലെന്ന് കരുതിയാ. ആ ബാക്കി തരാനുള്ള 2 രൂപ. എന്റെ പൊന്നു കണ്ടക്ടറെ, 2 രൂപ ഞാൻ തരാം. അയാളെ ഒന്ന് ഇറക്കി വിട്. അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. ബാക്കിലോട്ട് നീക്കണം ചേട്ടാ, അവിടെ നിന്ന് നീ കൊടുക്കണേ. 1 2 3 മനസ്സിലായി. മൂത്ത കുന്നംകാരനാന്നാ തോന്നുന്നേ. കെട്ടിയതാണോ? എന്താ? പെണ്ണ് കെട്ടിയതാണോന്ന്. കെട്ടിയിട്ടില്ല. എന്താ? അതിന്റെ ഒരു പ്രസന്നത മുഖത്ത് കാണാനുണ്ട്. ഏത് നേരത്താണോ കട കയറാത്തത്? നീ വിഷമിക്കാനടാ, കയ്യിലുള്ള സ്വർണ്ണമൊക്കെ വെച്ചൊരു 10-25,000 ഞാൻ ഒപ്പിക്കാം. അതുകൊണ്ടൊന്നും ആവൂലടാ. ഡോക്ടർ പറഞ്ഞത് നീ കേട്ടതല്ലേ? ഓപ്പറേഷന് 2 ലക്ഷം രൂപയാവുന്നല്ലേ പറഞ്ഞു. കയ്യിലുള്ളത് എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു 60,000 രൂപയാവുന്നു. ബാക്കിയുള്ളതെല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാണ്? നീ സമാധാനമായിട്ടിരിക്കുക, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവാനാണ്? ഒരു ആവശ്യം വന്നപ്പോൾ നീ കണ്ടില്ലേ എന്തെങ്കിലുമൊക്കെ വില. ഓ, നീ അത് വിട്. ഇപ്പൊ നിന്റെ കൂടെ ഞാനുണ്ടല്ലോ, എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. എടാ, നമുക്ക് ജോസേട്ടനൊന്ന് കണ്ടാലോ? ജോസ് ഏതാ? എവിടെത്തി? ഇല്ലല്ലേ. കണ്ടക്ടറെ, ഇതിന് ഇത്രയും സ്പീഡേ ഉള്ളോ? ഇത് ഫ്ലൈറ്റ് അല്ല. ഫ്ലൈറ്റ് ആയിരുന്നു എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുകയില്ലായിരുന്നു. പടച്ചോനെ, ഇയാൾ ഇതുവരെ ഇരുന്നില്ലേ? എൻ്റെ ഹാജാരെ പുറയിലോട്ട് ചെല്ല്, അവിടെ സീറ്റുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെങ്കിലും അവർക്ക് ഇച്ചിരി ശുദ്ധവായു കിട്ടട്ടെ. കഷ്ടം. ഒരു 10 മിനിറ്റ് സമയമുണ്ട്. ചായ കുടിക്കേണ്ടവർ കുടിക്കാം കേട്ടോ. 10 മിനിറ്റ്? ഒന്ന് മാറി നിൽക്ക എൻ്റെ ഹാജിയാരെ, മനുഷ്യനെ മെനക്കെടുത്താതെ. നീ ചായ കുടി. ആ ജോസ് ആളൊരു ഊളയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈട് വേണം പോലും. സ്വന്തമായിട്ടൊരു കോണാൻ പോലും എടുക്കാനില്ലാത്തവൻ എന്തോന്ന് എടുത്തിട്ട് ഈട് കൊടുക്കാൻ. വരിക്കച്ചക്കട ചോളക്കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. കൊടകരയിൽ കാവടിയാടുമ്പ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. വേറൊരാളുണ്ട്, ഇതുവരെ കൈയൊഴിഞ്ഞിട്ടില്ല. ആരാ? അത് പിന്നെ നിനക്ക് ഇഷ്ടാവുമെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ നീയായിട്ട് തന്നെ എന്നെ കൊണ്ട് അതൊക്കെ നിർത്തിച്ചതാ. പക്ഷെ ഇതിപ്പോ ഇങ്ങനൊരവസ്ഥയിൽ നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ. എടാ, കാശ് കിട്ടും.